ഹലോ ഗൈസ്, ഞാനിന്ന് ഗുണ്ടൽപേട്ടയ്ക്ക് പോവുകയാണേ. സ്കൂൾ അടിച്ചപ്പോൾ എനിക്ക് ഫുൾ അസുഖമായിപ്പോയി ഗൈസ്. ഞാൻ ഫുള്ള് ഹോസ്പിറ്റലിലായിപ്പോയി. സ്കൂൾ ഓർക്കാൻ ഇനി 2 ദിവസം ഉള്ളപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഗുണ്ടൽപേട്ട പോകുന്നത്. എൻ്റെ കയ്യിലത്തെ ഇഞ്ചക്ഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇഞ്ചക്ഷൻ കൊണ്ടാണ് ഞാൻ ഗുണ്ടൽപേട്ടയ്ക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു പൂന്തോട്ടം കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയേ. ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ. ആകാശം പൂന്തോട്ടം മുട്ടി നിൽക്കുന്ന മാതിരിയുണ്ട്. ആ മരം നോക്ക് ഗൈസ്, ആകാശത്തിൽ മുട്ടി നിൽക്കുന്ന പോലല്ലേ. മാമൻ്റെ ആസ്ഥാത്താൻ്റെയും കൂടെയാണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഞങ്ങളങ്ങനെ പൂന്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ഗൈസ്. ഉമ്മച്ചീൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. ആകാശം എന്ത് ഭംഗിയാണ് ഗൈസ്, നോക്കൂ. അവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെയും കുറേ ഫോട്ടോസ് എടുത്തേ. ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ടപ്പോൾ റേയും കുട്ടിയൊക്കെ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വന്നേ. പിന്നെ അവരുടെ കൂടെയും കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ഫോട്ടോസ് എടുത്തെടുത്ത് പൊന്നുവിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനായപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് തല അറിഞ്ഞു കേട്ടോ. അജ്ജി അവിടെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. തല അറിഞ്ഞപ്പോൾ അജ്ജി വെള്ളം കൊണ്ട് ഓടി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ കുടിച്ചേ. പൊന്ന് കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അവൾ ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ എൻ്റെ തലകറക്കം മാറിയപ്പോൾ ഞാനും പോയിട്ടോ അങ്ങോട്ട്. അങ്ങനെ ഗോപാൽസ്വാമിപേട്ട പോകാൻ വേണ്ടി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ പോവാണ്, നല്ല രസമുണ്ട് അവിടെ കാണാൻ. അങ്ങനെ ഞങ്ങൾ ഗോപാൽസ്വാമിപേട്ടയുടെ അടിവാരത്തെത്തി. ഇവിടെ ഒരുപാട് കടകളും ഒരുപാട് വിസിറ്റേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളെത്തിയ സമയം തെറ്റിപ്പോയി ഗൈസ്. ഇവിടം വരെ വണ്ടി അനുവദനീയമുള്ളൂ. അത് കഴിഞ്ഞ് ബസ്സിലാണ് കേട്ടോ പോകേണ്ടത്. ഞങ്ങളുടെ സമയം തെറ്റിയോണ്ട് ഇനി അങ്ങോട്ട് ബസ്സില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ സ്നാക്സ് ഒക്കെ മേടിച്ചു കേട്ടോ. സ്വീറ്റ് കോണും ബജിയൊക്കെ മേടിച്ച് ഞങ്ങൾ കാറിൽ നിന്ന് അകത്താക്കി. മാമനെ കുറച്ച് മുടിപ്പിച്ചു കേട്ടോ. ഗോപാൽസ്വാമിപേട്ട പോകാൻ പറ്റാത്ത സങ്കടം ഞങ്ങൾ അവിടുന്ന് തിന്നു തീർത്തു കേട്ടോ. റയ ചിക്കൻ കാല് പിടിക്കുന്ന പോലെയാണ് കേട്ടോ സ്വീറ്റ് കോൺ പിടിച്ച് തിന്നുന്നത്. പിന്നെ ഞങ്ങൾ പോയത് സൂര്യകാന്തി തോട്ടത്തിലേക്കായിരുന്നു കേട്ടോ. പക്ഷെ സൂര്യകാന്തി ഒക്കെ കരിഞ്ഞു പോയിരുന്നു ഗൈസ്. കുട്ടും റയയും അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എനിക്ക് തല ഇറങ്ങിയതുകൊണ്ട് ഞാൻ കാറിൽ തന്നെ ഇരുന്നു ഗൈസ്. നോക്ക് ഗൈസ്, ആകാശവും ഭൂമിയും മുട്ടി നിൽക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. അടുത്തതായിട്ട് ഞങ്ങൾ ഗുണ്ടൽപേട്ട ടൗണിൽ പോകാൻ തീരുമാനിച്ചു കേട്ടോ. ഇത് അവിടുത്തെ ഒരു അമ്പലമാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു കട ഉണ്ടപ്പോൾ അവിടെ ഇറങ്ങിയേ. ഇവിടെ വന്നാൽ മൃഗങ്ങളെയൊക്കെ കടേൻ്റെ മുമ്പിൽ കാണാട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാമനോട് പറഞ്ഞു എനിക്ക് മസാലപ്പൂരി വേണം. അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ട ടൗണിലേക്ക് പോയി. അങ്ങനെ ഞാനൊരു മസാലപ്പൂരിക്ക് 2 ഗോബി മഞ്ചൂരിക്ക് ഓർഡർ ചെയ്തു. എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ മസാലപ്പൂരി. ഇതിൽ പല വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മസാലപ്പൂരി വാങ്ങി. ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ ഞങ്ങളൊരു കടിപിടിയായിരുന്നു കേട്ടോ അതിൽ റയനെയും കുട്ടൂനെയും വായി പൊള്ളി കേട്ടോ. നല്ല ചൂടായിരുന്നു കേട്ടോ. ഞങ്ങളത് 3 ആളും ആസ്വദിച്ച് കഴിച്ചു.
മസാലപ്പൂരി കഴിച്ച് കഴിഞ്ഞപ്പോൾ ഗോബി മഞ്ചൂരി വന്നേ. അങ്ങനെ ഞങ്ങളത് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. ഇതിന്റെ ടേസ്റ്റും കൊണ്ട് ഞങ്ങൾ ഒന്നും കൂടി ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഗോബി മഞ്ചൂരി അകത്താക്കി കേട്ടോ. അതിനുശേഷം ഞങ്ങൾ വയനാട്ടിലേക്കുള്ള യാത്ര തുടർന്നു കേട്ടോ. ഇവിടെ ഇരുട്ടായി തുടങ്ങി കേട്ടോ. പക്ഷെ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.